ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് നമ്മുടെ ഷെനാൻ്റെ മാരേജ്. സംഗീത നൈറ്റിൻ്റെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകാൻ റെഡി ആയി കഴിഞ്ഞു. ഗ്രീനിൽ വരുന്ന ഒരു വെൽവെറ്റ് ഡ്രസ്സ് ആയിരുന്നു. പിന്നെ ഈ ചെരുപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്യാം. കല്യാണത്തിന് നേരത്തെ വരണം എന്നുള്ള പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നേരത്തെ എത്താൻ പറ്റിയില്ല. എന്നാലും നമ്മൾ മാക്സിമം നേരത്തെ പോകാനൊക്കെ നോക്കി. നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേനും ആളും ബഹളമൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൈഡിൽ മാറിയിരുന്നു. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോഴത്തേനും കിടക്കുന്നു നമ്മുടെ പുതിയണ്ണ്. അവൾ ഫുഡ് കഴിച്ച് വരുന്ന വഴിക്ക് വേഗം പിടിച്ച് നിർത്തിയതാണ്. നല്ലൊരു പിങ്ക് കളർ സാരി ആയിരുന്നു അവൾ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളും പോയി ഫുഡ് കഴിക്കാൻ. തിരക്കൊക്കെ ആവണുള്ളൂ. അപ്പോൾ തിരക്കൊക്കെ ആവുമ്പോഴേക്കും വേഗം പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ സീറ്റ് വേറെ ആർക്കും കൊടുക്കാതെ നമ്മൾ തന്നെ അവിടെ കയറിയിരുന്നു. ബാക്ക് പോയിരുന്ന ആകെ ഒരു തിരക്കേക്കാരം. അതിനാണ് ഫ്രണ്ടിൽ വന്നിരുന്നത്. അങ്ങനെ പിന്നെ ഗ്രൂമൊക്കെ എത്തി ഒരു എൻട്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പുതിയണിൻ്റെ എൻട്രി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സോങ് ഒക്കെ വെച്ചിട്ട് ഓളുടെ എൻട്രി നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓൾ ചെറുതായിട്ട് ഇമോഷണൽ ആയോ എന്ന് ചെറിയൊരു ഡൗട്ട്. എന്നാലും പെണ്ണ് പിടിച്ചു തന്നു. മേക്കപ്പ് പോകില്ലെങ്കിൽ അങ്ങനെ പൂത്തിരിയൊക്കെ കത്തുന്നതിൻ്റെ ഇടയിൽ പെണ്ണ് നടന്ന് നടുവ് കൂടെ പോയിട്ട് കൈയൊക്കെ പിടിച്ച് ഒരു രണ്ടാൾ സ്റ്റേജിലൊക്കെ കയറി സെറ്റായി. പോപ്പ് പൊട്ടുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ സീറ്റിൽ ഇരുന്നിട്ട് നമ്മളത് കയ്യിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെ എടുത്തെറിയും. നമുക്കതല്ലേ കൈയുള്ളൂ, അല്ല സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ പോയി എറിയാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയണിൻ്റെയും പുതിയാപ്പളൻ്റെയും ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ സൈഡിൽ നമ്മൾ കുറച്ചായിട്ട് മാറി നിന്ന് നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പത്തിന് മാലയിടൽ പരിപാടി കഴിഞ്ഞു. നമ്മളത് കണ്ടില്ല. ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പിടിച്ച് കറക്കണു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫോൺ ജസ്റ്റ് ഒന്ന് ചാർജൊക്കെ ചെയ്തു ഒന്ന് സെറ്റാക്കി. അപ്പത്തിന് അടുത്ത പരിപാടി തുടങ്ങി. ഓഡിറ്റോറിയത്തിൽ ഫുള്ള് ലൈറ്റൊക്കെ ഓഫാക്കി ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടിരിക്കുന്നു. അങ്ങനെ പോളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഓള് പോണ വരെ നമ്മൾ കുറേ നേരം വെയിറ്റ് ആക്കി. പക്ഷേ ഓള് ഫോട്ടോഷൂട്ടിൽ പെട്ടിട്ട് പോകണുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോയി. അപ്പം അത്രയേ ഉള്ളൂ.